യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭാവനയെ സൂര്യപ്രഭയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അതെ, ഈ വിവരം അനിരുദ്ധനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഇന്ന് കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാം, എന്നാലും വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. ഓക്കെ, ഞാനിപ്പോ തന്നെ വിളിച്ചു പറയാം. ശരി, പിന്നെ എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണേ. അത് പിന്നെ അറിയിക്കാതിരിക്കുവോ? എന്നാ ഓക്കെ, ശരി. ഇത്തവണ ഒരു കാരണവശാലും ഭാവന രക്ഷപ്പെടാൻ പാടില്ല. ഇനി അവൾ ഈ വീട്ടിലേക്ക് വരാനും പാടില്ല. കണ്ടോ, ഭാവനെ സൂര്യപ്രഭയിലേക്ക് കൊണ്ടുപോകുന്ന വിവരം ആ സേതുവെങ്കിലും നമ്മളൊന്ന് വിളിച്ചു പറഞ്ഞു പോപ്പേട്ടാ. അതെങ്ങനെ പറയും? ഇപ്പൊ നമ്മൾ അവർക്ക് അധികപ്പറ്റാണല്ലോ. ഒരു കണക്കിന് ആരും നമ്മളോട് പറയാത്തത് തന്നെയാ നല്ലത്. അങ്ങനെ ആവുമ്പോ അവിടെ നടക്കുന്നൊന്നും നമുക്ക് അറിയണ്ടല്ലോ. അത് നേരാ. ആ ഗായത്രിയോ സേതുവോ കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറയാൻ വിളിച്ചാ മൈൻഡ് ചെയ്യരുത് പാപ്പേട്ട. അങ്ങനെ വിളിക്കണം ജാനകി. എന്നാലല്ലേ ഒന്നും അറിയാത്ത പോലെ ഓടിപ്പോകാനും കുറ്റപ്പെടുത്താനും നമുക്ക് പറ്റൂ. അതും ശരിയാ. ഞാൻ ഈ വിവരം അനിരുദ്ധിനെ വിളിച്ചൊന്നറിയാം. വിളിച്ചു പറഞ്ഞു. ഹലോ വിജയപത്മ. അനിരുദ്ധ, ഭാവനയെ സൂര്യപ്രഭയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എപ്പോഴേ അറിഞ്ഞു. അവനവിടെ എത്തുകയും ചെയ്തു, സ്വാമിയെ കാണുകയും ചെയ്തു. അനിരുദ്ധിനൊപ്പം നേരത്തെ തന്നെ അറിഞ്ഞല്ലേ? അറിഞ്ഞു വിജയപത്മ. എന്റെ ആൾക്കാർ അവിടെ ഇന്നലെ മുതൽ റെഡിയല്ലേ. ഡയാനി അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആണോ? അത് കലക്കി. അപ്പൊ ഇന്ന് തന്നെ വല്ലതൊക്കെ നടക്കും. ഡയാനയുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോ ഒന്നും വെച്ച് താമസിപ്പിക്കില്ല. എപ്പോ സാഹചര്യം കിട്ടുന്നോ അപ്പൊ തന്നെ കാര്യം നടത്തി രക്ഷപ്പെട്ടോളൂ. അതാണ് സ്വന്തം ജോലിയിൽ ഉത്തരവാദിത്തമുള്ളവരുടെ രീതി. അതെ അതെ അതെ. എന്തായാലും നല്ലൊരു ശുഭവാർത്തയ്ക്കായി കാത്തിരുന്നോ? പിന്നെ അല്ല, ഞാൻ എപ്പോഴേ വെയിറ്റിംഗില. എന്നാ ശരി വിജയോത്മ, ഞാൻ വിളിച്ചോളാം. ഓ ശരി ശരി. ഭാവന മോളെ, നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നടന്നത് തന്നെ. നിനക്ക് സുഖചികിത്സയ്ക്കുള്ള എല്ലാ ഏർപ്പാടും ഞാൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. കാത്തിരുന്നോ? പണ്ടേ ഈ അനിരുദ്ധിനെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നേ ഭാവനയെ ഒതുക്കായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പാപ്പേട്ട. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അതെ അതെ. ഡയാന പേര് കേട്ടപ്പോ തന്നെ ഒരു ഗമയൊക്കെ ഉണ്ട്. 8 പേരെ കൊല ചെയ്ത പെണ്ണുമ്പിള്ളയാ. ഇതും കൂടി ആകുമ്പോ 9. സമ്മതിക്കണം. ഇവരൊക്കെയാണ് ചെയ്യുന്ന ജോലിയോട് 100% നീതി പുലർത്തുന്നത്, അല്ലേ പാപ്പേട്ട? അതെ. എന്തായാലും ഉടനെ തന്നെ ഒരു വിളിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈശ്വരാ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പോവാം. നീ ഇതങ്ങോട്ടാ? അകത്ത് പ്രതാപേട്ടനുണ്ടേട്ടാ. ഇന്നെങ്ങും പോയിട്ടില്ല. വെറുതെ നമ്മൾ പറയുന്നൊന്നും കേക്കണ്ടെന്ന് കരുതി. അതെന്തായാലും നന്നായി. എന്തായി ഏട്ടാ? ആരോ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട്? കാണുക മാത്രമല്ല അമ്പേ, എല്ലാം ഏർപ്പാടാക്കുകയും ചെയ്തു. ഇനി ഭാവനയുടെ കാര്യം അവിടെ നോക്കൂ. ഏട്ടാ, ആണുങ്ങളെ കൊണ്ടുപോലും പറ്റാത്ത ഒരു കാര്യം ഒരു പെണ്ണ് വിചാരിച്ച നടക്കൂ? നടക്കുമ്പേ. ഇവിടെ നമ്മളാരും കരുതുന്നത് പോലൊരു പെണ്ണല്ല. 8 കൊലപാതകം നടത്തിയവളാ ഡയാന. ഇതുവരെ അവൾ പിടിക്കപ്പെട്ടിട്ടില്ല. ഡയാനയെ സംബന്ധിച്ചിടത്തോളം ഭാവന ഒരു വാടിയ പൂ മാത്രം. നിഷ്പ്രയാസം നുള്ളിക്കളയാനാവും. എങ്ങനെയെങ്കിലും സൂര്യയുടെ വീട്ടിൽ നിന്നും ഭാവനയൊന്ന് പുറത്തു കൊണ്ടുവരണമായിരുന്നു. അതെന്തായാലും സൂര്യ തന്നെ കൃത്യമായിട്ട് ചെയ്തു. ഇനി ഡയാന തീരുമാനിക്കും ഭാവനയുടെ ഭാവി. ഏട്ടാ, സൂര്യപ്രഭയിൽ ധാരാളം പേഷ്യൻസ് ഒക്കെ ഉള്ളതല്ലേ, പിന്നെ എങ്ങനെയാ? വാടക കൊലയാളികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അമ്പേ. അവർക്കറിയാം ആരെ എവിടെ വച്ച് എങ്ങനെ കൊല്ലണമെന്ന്. ചാവുന്നതിന് മുമ്പ് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു.
എന്തിന്? ഇവിടെയൊക്കെ ചത്തതിന് ശേഷം പോയി കണ്ടാ മതി. പറ്റിയാൽ ഒരു റീത്തും കൂടെ കൊണ്ടുപോകണം ആ നെഞ്ചത്ത് വയ്ക്കാൻ. ഭാവനയുടെ ശല്യം തീർന്നിട്ട് വേണം ഭാമ എനിക്കൊരു പാഠം പഠിപ്പിക്കാൻ. ഭാവനയുടെ ശല്യം തീർന്നാ പിന്നെ ഭാമയൊന്നും ഒരിക്കലും ഒരു പ്രശ്നത്തിനും വരില്ലമ്പേ. അല്ലേ നോക്കിക്കോ, ഞാൻ ഈ പറഞ്ഞായിരിക്കും നടക്കുന്നേ. ഗായത്രി ഇനിയാ പഠിക്കാൻ പോകുന്നത്. ഇവിടെ വല്ലതും ചോദിക്കാൻ വരട്ടെ, അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. ഗായത്രിയോട് എനിക്കും കണക്ക് തീർക്കാനുണ്ടമ്പേ. എന്നെ അവൾ തല്ലിയതൊന്നും ഞാൻ മറന്നിട്ടില്ല. അല്ല, ആ ഡയാനയ്ക്ക് കൊടുക്കാനുള്ള കാശിന്റെ ഏർപ്പാടൊക്കെ എങ്ങനെയാട്ടാ? കാശൊക്കെ വിജയപത്മനായി ഏറ്റിരിക്കുന്നേ. ആ, എന്നാലത് ജയനിർമ്മലയുടെ കാശ് തന്നെയാവും. അല്ലാതെ ആ വിജയപത്മനും ജാനകിയും 10 പൈസ കളയില്ല. ആരുടെ കാശായാലും നമുക്കെന്താ? നമുക്ക് ആവശ്യം ഭാവനയുടെ പതനം. അത് നമ്മൾ ഭംഗിയായിട്ട് തന്നെ നിറവേറ്റും. അവൾക്ക് ഇത്രയും വേണോ ഏട്ടാ? ഇത് അവള് ചോദിച്ചു വാങ്ങുന്ന ശരിയല്ലേ? അതേമ്പേ, വേണ്ട വേണ്ട എന്ന് വയ്ക്കും തോറും അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. എന്നാ പിന്നെ നമ്മളായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നേ? പിന്നിൽ നിന്നും കുത്താനുള്ളവരെ പിന്നിൽ നിന്ന് തന്നെ കുത്തണം. അവിടെ എനിക്ക് വിജയം മാത്രമാണ് ലക്ഷ്യം. ഭാവനയുടെ കാര്യത്തിലും എനിക്ക് അങ്ങനെ തന്നെ. എനിക്ക് മനസ്സിലാത്ത വേറൊന്നുമല്ല അമ്മേ, ഈ മാനസ് എന്തിനാ സൂര്യയോടൊപ്പം സൂര്യപ്രഭ നിൽക്കുന്നത്? എന്താ സേതു ഇത്? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ മോനെ ഞാൻ എന്താ പറയണ്ടേ? ആ കൊച്ചല്ലേ അവിടെ ഭാവനയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മയോട് പോലും സ്വാമിയോടെ നിൽക്കണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാ അവളവിടെ നിൽക്കുന്നത്? സേതോട്ടൻ ചോദിക്കുന്നതിലും കാര്യമുണ്ടമ്മേ. അവൾ എന്തിനാ സൂര്യ പോകുന്നിടത്തെല്ലാം നേരില് പോലെ ഇങ്ങനെ കൂടെ പോകുന്നത്? തുടക്കം മുതൽ എനിക്ക് അവളുടെ രീതികൾ തീരെ പിടിക്കുന്നില്ല അമ്മേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാനും അമ്മ അവിടെ പോയ ദിവസം ആ മാനസിക ഞങ്ങളോട് മാന്യമായി പെരുമാറിയതും ഞങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതും. അതേടാ, അന്ന് ആ ജയനിർമ്മല ഞങ്ങളെ ഓരോന്ന് പറഞ്ഞപ്പോ ഈ മാനസിക ജയനിർമ്മലയെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. അതമ്മ വീട്ടിലല്ലേ, സൂര്യപ്രഭയിലേക്ക് എന്തിനാ മാനസ പോയത്? അവിടെ കൂട്ടിരിപ്പുകാരുടെ ആവശ്യമില്ലെന്നല്ലേ സ്വാമി പറഞ്ഞത്? അതാണല്ലോ, പിന്നെന്തിനാ അവളും കൂടി അവിടെ പോയി നിൽക്കുന്നേ? ഞാൻ സൂര്യയെ കുറ്റപ്പെടുത്തുള്ളൂ. ഇവിടെയൊക്കെ നിർത്തേണ്ടത് വേണം നിർത്താൻ. വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടി. സേതു, പറയുന്നവരങ്ങോട്ട് പറയട്ടെ. ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നോക്ക്, എനിക്കൊരൊറ്റ ചിന്തയേ ഉള്ളൂ, എന്റെ കുഞ്ഞിന് അസുഖം വേഗം സുഖമാവണം. അതിനിപ്പോ ആരെങ്കിലും കൂട്ടിരിക്കോ ഇരിക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ കൂടി വന്നാ മതിയായിരുന്നു. എങ്കിൽ ആദ്യം ഞാൻ അവളെ അവിടെ നിന്ന് ഓടിച്ചത്. അത് വിട്ടേക്കേട്ടാ, നമ്മളായിട്ട് എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എടാ, ഞാനും നീ കൂടെ സൂര്യയുടെ വീട്ടിൽ പോയപ്പോഴല്ലേ അവളെ ശ്രദ്ധിച്ചത്. അന്ന് ഇതിനൊരു അടിവര ഇടേണ്ടതായിരുന്നു. ഇതിപ്പോ ഭാവനയുടെ ജീവിതം വെച്ച് അവൾ കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഏട്ടാ. സൂര്യേട്ടനെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതിന് തുല്യമാവും. എടി, നിനക്കൊന്നും പലരെ അറിയത്തില്ല മോളെ. ഇവളുമാരോടൊക്കെ വിദേശത്ത് പഠിച്ചു വളർന്ന ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അല്ലെങ്കിൽ തന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്ക് എന്താ ബോധമില്ലേ? എന്തിനിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നേ? ഇതുപോലെ ഒരെണ്ണത്തിനല്ലേ ബാമേച്ചിയുടെ ജീവിതം തുലയ്ക്കാനായിട്ട് ആ അമ്പാലികാന്റെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അത് നേരാ. ആലോചിക്കുമ്പോ 2 കുടുംബങ്ങളിലും ഒരേപോലെ തന്നെയാ കാര്യങ്ങളുടെ പോക്ക്. ജയനിർമ്മല ആന്റിനെ വിശ്വസിച്ചുവിടാമേ. അവരെന്തായാലും ഭാവനേച്ചിയെ സന്തോഷത്തോടെ എല്ലാം സ്വീകരിച്ചു. അവരുടെ മനസ്സിൽ ഇനി മറ്റു വല്ല ഉദ്ദേശങ്ങളുണ്ടെന്ന് ആർക്കറിയാം? അങ്ങനെ വല്ല ദുരുദ്ദേശം അവക്കുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിരിക്കത്തേ ഉള്ളൂ. പലതവണ ഞാൻ ഓങ്ങി വെച്ചതാ. എന്നും അതുപോലെ ആവില്ല. മോനെ, നമ്മളായിട്ട് ഈ വിഷയം വലുതാക്കാൻ നിൽക്കരുത്. ചിലപ്പോ നമ്മളാരും കരുതുന്ന പോലെ ആയിരിക്കത്തില്ല ആ കുഞ്ഞ്. എന്തിനാ മക്കളെ ആ പാവം കൂടി വെറുതെ നമ്മൾ ചുമക്കുന്നത്? ഭാവന ഒരാളെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എടാ, മാനസിക്ക് ഭാവനയെ നല്ല ഇഷ്ടവാ. ഈ മാനസിക്ക് എന്തെങ്കിലും കുരുത്തക്കേട് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഭാവന അവളെ വെറുത്തേനെ. നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോ എല്ലാ വശങ്ങളും ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ പറയുന്നതൊക്കെ കാര്യം തന്നെയാണ്. എന്ന് ചെല്ലാരും നമ്മളങ്ങ് കണ്ണടച്ചങ്ങ് വിശ്വസിക്കണോ? അപ്പൊ മിണ്ടാനും പറയാനും കഴിയാത്ത ഭാവനയുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
അല്ലെങ്കിൽ തന്നെ അവൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുമോ? അമ്മ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം.